മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം അവസാന ഘട്ടത്തിലേക്ക് 19-ാം തീയതി വരെ മാത്രമാകും ഭക്തർക്ക് ദർശനം ഉണ്ടാകുക. ഇന്നുകൂടി മാത്രമാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദർശനം. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എല്ലായിടങ്ങളിലും ശരണമന്ത്രങ്ങൾ മുഖരിതമാകുന്ന ഭക്തിയുടെ പാരമ്പര്യത്തിലേക്ക് സന്നിധാനമെത്തുന്ന ഏറ്റവും പുണ്യമായ ദിവസങ്ങളിലൂടെയാണ് ശബരിമല സന്നിധാനം ഒന്നാകെ കടന്നു പോകുന്നത്. മകരവിളക്കിന് ശേഷമാണ് ശബരിമല സന്നിധാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുക. അത് ഓരോ ചടങ്ങുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്നുകൂടി മാത്രമാണ് തിരുവാഭരണം ഭഗവാനെ ചാർത്തി അത് ദർശിക്കാനുള്ള ഇന്നുകൂടി മാത്രമായിരിക്കും അവസരം ഉണ്ടാകുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദർശനം തന്നെയാണ്. വില്ലാളി വീരനായ വീരമണികണ്ഠനായ പന്തള രാജകുമാരനായ അയ്യപ്പനെ കണ്ടു തൊഴുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ഭക്തജന തിരക്ക് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നാളെയാണ് പന്തളം കൊട്ടാരത്തിൻ്റെ കളഭം നടക്കുക. നാളെ വൈകിട്ട് ഈ മണിമണ്ഡപത്തിൽ നിന്നും ശരംകുത്തിയിലേക്ക് എഴുന്നള്ളിപ്പും ഉണ്ടാകും. അതിനുശേഷം മറ്റന്നാളാണ്, അതായത് 19-ാം തീയതിയാണ് മാളികപ്പുറത്ത് വലിയ ഗുരു നടക്കുക. അതിനു മുമ്പ് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം, അതായത് 2 മാസങ്ങൾ നീണ്ട ആ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് സമാപനമാകും. എന്തായാലും ഭക്തിയുടെ പാരമ്പര്യത്തിലേക്കാണ് സന്നിധാനം ഒന്നാകെ ഉള്ളത്. 20-ാം തീയതിയാണ് 20-ാം തീയതി പുലർച്ചെ രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനമുള്ളത്. ഇതിനുശേഷം തിരുവാഭരണ പേടക സംഘം തിരിച്ച് പന്തളത്തേക്ക് പരമ്പരാഗതമായ കാനനപാതയിലൂടെ ശരണം വിളികളുടെ അകമ്പടിയിൽ യാത്രയാകും. ഏതായാലും വികാരനിർഭരമായ ആ ചടങ്ങുകളൊക്കെ തന്നെ സന്നിധാനത്ത് ഇനി നടക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്ന് പുലർച്ചെ മുതൽ ഭക്തരുടെ ഒരു വലിയ തിരക്ക് ഉണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് തിരക്കിൽ ഒരു നേരിയ കുറവാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്.